തീർച്ചയായിട്ടും മാറണം. 3 പ്രാവശ്യമൊക്കെ ഭരിച്ചാൽ നാട് കുട്ടിച്ചോറാകും. അല്ലെങ്കിൽ പിന്നെ ഈ പ്രാവശ്യം കൂടി ഇടതുപക്ഷം ജയിച്ചിട്ട് ഇവരെയൊക്കെ കല്ലെറിഞ്ഞ് ഓടിക്കണം ജനങ്ങൾ. അല്ലാതെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ഇവന്മാർ ഇവിടുന്ന് വേണ്ട. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ അഭിപ്രായം? പിണറായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു കൊള്ളതാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. ഇതുപോലെ ഒരു ചെറ്റത്തരം പിടിച്ച നാറിയ പിണറായി ഈ ലോകത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല. കോടികൾ കൊണ്ട് അമ്മാനമാടുകയാണ് അയാൾ. ഇതൊക്കെ ജനങ്ങൾ ചോദിക്കണം, ജനങ്ങൾ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള നേതാക്കന്മാരെ ഇവിടെ വെച്ച് ഉറപ്പിക്കരുത്. എൻ്റെ കാഴ്ചപ്പാടിൽ LDF അധികാരത്തിൽ വരും. കോൺഗ്രസ് മുക്ത ഭാരതം ഈ കേരളത്തിൽ ഉണ്ടാവണമെന്നാണ്. LDF അധികാരത്തിൽ വന്നാലും കോൺഗ്രസ് വരാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ മതേതരം പറഞ്ഞ് എന്താ ഈ BD സതീശനെ കാണിക്കുന്നത്? ഞാൻ ഉള്ള കാര്യം പറയാം. BD സതീശനെ ചാനൽ കാണുമ്പോൾ ഞാൻ ചാനൽ മാറ്റുകയാണ്. ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഭയമോ ഒന്നുമില്ല. ഞാൻ പറയണ സത്യമായ ഒരു കാര്യമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു, ഉമ്മൻചാണ്ടി ഇരുന്നു. അതിനെയൊക്കെ അപേക്ഷിച്ച് ഈ BD സതീശൻ എന്താ കാണിക്കുന്നത്? എല്ലാം പുച്ഛമാണ്. ഞാൻ രാജാവെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന ഗർജിക്കുന്ന സിംഹം കണ്ണൂരിലെ സുധാകരൻ, അതേപോലെയുള്ള ആൾക്കാർ കോൺഗ്രസിനകത്ത് വേണം. ഇതേപോലെ അവസരവാദം മതേതരം പറഞ്ഞിട്ട് കളിക്കുന്ന വർഗീയ ഇവരല്ല. സുധാകരനെയൊക്കെ ഞാൻ പറയണ സുധാകരൻ BJPയിൽ വരണമെന്നാണ് ഞാൻ പറയണേ. എന്ന് പറഞ്ഞാൽ അത്ര ഗർജിക്കുന്ന സിംഹം കോൺഗ്രസിന്റെ. സംസ്ഥാനത്ത് വീണ്ടും LDF വരുമെന്നാണ് നമ്മളെ വിശ്വാസം. എന്താ നല്ല ഭരണമായിരുന്നോ? ഭരണം തീരെ മോശമൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരമില്ലേ, പ്രത്യേകിച്ച് മുസ്ലിം പോക്കറ്റുകളിലൊക്കെ? ഇല്ല ഇല്ല ഇല്ല. കുഴപ്പമില്ല. പോരായ്മകൾ ഉണ്ടാവുന്നേ 100% ശരിയായിക്കൊണ്ട് ഒരു ഭരണത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. ഈ 70 കൊല്ലം കൊണ്ട് മാറിയും തിരിഞ്ഞൊക്കെ ഭരിച്ചപ്പോഴും 100% പ്യൂരിഫൈഡ് ഭരിക്കാൻ ഒരു ഭരണകക്ഷിക്കും പറ്റിയിട്ടില്ല. പോരായ്മകളും ഇതൊക്കെ ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. കുറെ അധികം കാര്യങ്ങളൊക്കെ ചെയ്ത് കുറെയൊക്കെ ചെയ്യാതെയൊക്കെ പോകും. അത് ആര് വന്നാലും അങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. മാറണം അത്യാവശ്യം. അല്ലെങ്കിൽ ഇവര് വലിയ ഗുണ്ടകളെ അഹങ്കാരികളായിട്ട് മാറും. സംസ്ഥാനത്തിന് ഭരണം മാറണോ തുടരണോ? തീർച്ചയായും മാറണം. എന്റെ പൊന്നോ, നല്ലതീ മാറണം. എന്നുവെച്ചാൽ നമ്മുടെ ഇല്ല, ഇനി വരാൻ പോകുന്ന തലമുറയെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു വല്ലാത്തൊരു ബിസിനസ്, അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ, ഫീസ്, അത് ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നങ്ങളാണ്. മൊത്തം സാമ്പത്തികം മാനവികമാണ്. അപ്പോൾ എന്തായാലും മാറണം. ഭരണം മാറാനേ ഞാൻ പറയത്തുള്ളൂ. വേണ്ട, കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഭരണം തന്നെ മതി. മതി. നല്ല സർക്കാരാണോ? ആണ്.